ഡെസ്കിലെ മേക്ക് ഓവറൊക്കെ മടുത്തു. ഇനി അലമാരിക്കാവാം മേക്ക് ഓവറൊക്കെ. ഇത്രയും വലിയ അലമാരിക്കാണ് ഞാൻ ഇത്രയും ചെറിയ സാൻഡ് പേപ്പർ എടുത്തത്. ഒരാളെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചില്ല, ഇല്ലെങ്കിൽ ഇപ്പം തലകടി കിട്ടീനെ. ചുരണ്ടി ഇങ്ങനെയാണ് എടുക്കുക. ഞാനാണെങ്കിൽ ചുരണ്ടിട്ട് തൊട്ട് അനങ്ങുന്ന പോലും ഇല്ല. ചുരണ്ടി കിട്ടുകഴിഞ്ഞപ്പോൾ എല്ലാവരും ഗാലക്സി പോലായി. അടിപൊളി. പിന്നെ സാൻഡ് പേപ്പർ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചപ്പോൾ തന്നെ ഞാൻ മടുത്തു. വൃത്തി അത് മസ്റ്റാണ്. അതുകൊണ്ട് അപ്പം തന്നെ അതെല്ലാം തൂത്തുടച്ചോളാം. ഈ വീഡിയോ 2ാമത്തെ ദിവസമാണ് എടുക്കുന്നത്. പിന്നെ സാധനം ഒന്നാണ് വന്നത്. അതിനൊരു വാൾപേപ്പറാണ്. എന്നപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഒട്ടിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. വില കണ്ടില്ലേ, എന്തൊരു വില. പക്ഷേ ഞങ്ങളത് 200 സംതിങ്ങിനാണ് വാങ്ങിച്ചത്. വീട്ടിൽ എന്ത് സാധനം ചെയ്താലും എൻ്റെ കൈപ്പെടുത്തണം. എനിക്ക് പകരം ഇപ്പം എന്നെ ഉപയോഗിക്കുന്നത്. സഹായിക്കാൻ പറഞ്ഞത് അത് പൊട്ടിച്ച് 250 രൂപയുടെ സാധനം പൊട്ടിച്ചപ്പോൾ സമാധാനം ആയില്ലെന്നായി. പിന്നെ മനഃപൂർവ്വം അല്ലല്ലോ. പൊട്ടിച്ചപ്പോൾ ഞാൻ കുറച്ച് സ്പേസ് ഒക്കെ വന്നു. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തോളൂ. കാരണം അത് എൻ്റെ അലമാരിയല്ലല്ലോ. നോക്കുന്ന ക്ഷീണിച്ചപ്പോൾ എന്തെങ്കിലും തിന്നാന്ന് വെച്ചാൽ ചച്ചപ്പെടുത്തൊഴിഞ്ഞു. ഇതെന്താ ചെയ്യേണ്ട കുതിരയോ? വെറുതെയിരിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് തമാശകളൊക്കെ പറയും. പൊതുവേ ആർക്കും ഇഷ്ടപ്പെടാറില്ല. അതാണ് എൻ്റെ കഴിവ്. ആത്മാർത്ഥത കവിഞ്ഞൊഴുകിയിട്ട് ഇരുന്ന് കിടന്ന് ഒക്കെ ജോലി. ഇതൊക്കെയുള്ള ഒട്ടിച്ചെടുക്കാൻ കുറച്ച് പാട് വിട്ടു. ഒന്നും കാണുന്ന എത്ര എളുപ്പമല്ല. നേരെ ചുവട്ടിക്കുക പിടിയൊക്കെ ഇളക്കിയെടുത്തു. പിന്നെ അലമാരയുടെ ഡോറിൽ ഒട്ടിക്കാൻ കുറച്ച് പാട് വിട്ടു. ഇവിടെ പിന്നെ കുറേ കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ട്. ബ്ലേഡ് കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അത് കൊളാക്കി. ഓക്കെ, ഇന്ന് മടുത്തപ്പോൾ പിന്നെ ഞാൻ തന്നെ വിചാരിച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാം. എന്താ കൈ കിട്ടിയാലും കൈ ധരിക്കും. അങ്ങനെ പെയിന്റ് ഇളക്കിക്കളാം. സമാധാനമായി. ഇത് കണ്ടപ്പോൾ ശരിക്കും ഇതായിരുന്നു എക്സ്പ്രഷൻ. അതൊക്കെ നമ്മൾ ശരിയെല്ലാം കഴിയുമ്പോൾ എൻ്റെ പേരും കൂടെ വേണമല്ലോ. അതുകൊണ്ട് കുറച്ചൊക്കെ പണിയെടുത്തു. ഇനി കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളും അതിനകത്ത് ഒട്ടിച്ചെടുക്കാനുണ്ട്. വല്ലാണ്ട് അങ്ങ് കഷ്ടപ്പെട്ടു. 4-5 മണിക്കൂറത്തെ പ്രയത്നമാണ് ഇത്. അടുത്ത വെച്ചൊക്കെ കുറച്ച് കട്ട്സും വേവ്സും ഒക്കെ കാണാം. വേറെ കുഴപ്പമൊന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.